ചായ കുടിക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ്. UP-യിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സമ്പ്രദായ പരിപാടി ഉണ്ട് ഇല്ലേടാ. ഈ കോട്ട് കണ്ട സാധനമൊന്നും നോക്കണ്ട, കാരണം ഇവിടെ ഒട്ടുക്കത്ത തണുപ്പാണ്. സമയം 2:55, വെളുപ്പിനെ 3 മണിയാവാറായി. സമയത്ത് വെതർ ഇപ്പോൾ എത്രയായി അറിയാൻ പറ്റും, ഒട്ടുക്കത്ത തണുപ്പ്. അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ ഇടുന്നത്. ഇത് ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ബൈക്കിൽ പോകാൻ പോകുന്നത്. ഇത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേക ഒരു പരിപാടിയാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, സംഭവം കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, കാണിച്ചു തരാം. സോ ഗൈസ്, വണ്ടി ഇത് ഇപ്പോഴത്തെ മഞ്ഞിലിരുന്ന് വെള്ളമായതാ, ഇത് തുടയ്ക്കണം. പൊതുവെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ. ഇതൊക്കെ കണ്ട മീറ്ററിനകത്തൊക്കെ നിറച്ച് വെള്ളമാണ്. ഇപ്പോൾ തൗഫീഖാണ് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ എത്രത്തോളം തണുപ്പുണ്ടെന്ന് അറിയാനായിട്ട് ഇത് ചുമ്മാ നിന്നിട്ട് ഞാൻ ഊതിയാൽ മതി. ഇപ്പോൾ ഒന്ന് പുകയൊക്കെ കണ്ട. അപ്പോൾ നമുക്ക് പോവാം. കയ്യൊക്കെ ഉറക്കുന്നതാണ്. ഈ സമയത്ത് പൊതുവെ ഇവിടെ നമ്മൾ പുറത്തിറങ്ങാറില്ല, കാരണം ഈ സമയത്ത് നല്ല തണുപ്പാണ്. ഈ സമയത്ത് പുറത്തിറങ്ങുന്ന അപകടമാണ്, കാരണം അടിക്കുന്ന തണുപ്പിന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലേ. ഗൈസ്, ഇതാണ് നമ്മുടെ ആൾക്കാർ വന്ന വണ്ടി. ഇതെന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചിരുന്ന് കേൾക്കുമ്പോൾ പോട്ടറ കണ്ടോ. പോട്ട് ഇവിടെ മൊത്തവും പ്രശ്നങ്ങളാണ്. ഇത് ഇവിടുത്തെ ഒരു ചായക്കടയാണ്, ഹൈവേ സൈഡിലുള്ള ചായക്കട. ഈ ചായക്കട രാത്രി മൊത്തം ഓപ്പൺ ആവുന്നത്, കാരണം ഇപ്പോൾ കിടന്ന് ഉറക്കമായിരുന്നു വെച്ച്. പക്ഷേ നമുക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം ഈ മൂപ്പര് ചായ ഉണ്ടാക്കുന്നത്, കാരണം നമ്മളെ അത്രയ്ക്ക് ബഹുമാനമാണ്. നമ്മളാണ് പറഞ്ഞുകൊണ്ട് മൂപ്പര് ഇപ്പോൾ തുറന്നത്, ഇല്ലെങ്കിൽ മൂപ്പര് തുറപ്പില്ല. മൂപ്പര് ചായ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പറഞ്ഞു വിടും. സംഭവം നൈറ്റ് വരുന്ന, അതായത് ഡൽഹി റോഡാണിത്. ഡൽഹി ആഗ്ര ആ റേഞ്ചിലുള്ള റോഡാണ്, മെയിൻ ഹൈവേയുടെ സൈഡിലത്തെ കടയാണ്. ഇവിടെ മെയിനായിട്ട് രാത്രി വരുന്ന വണ്ടിക്കാരെ ഉദ്ദേശിച്ചാണ് മൂപ്പര് കട ഇട്ടത്. പക്ഷേ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് മടുത്ത് കയറി കിടന്നിറങ്ങും. പിന്നെ നമ്മൾ വരുമ്പം മാത്രം ഇങ്ങനെ മൂപ്പര് എണീക്കും. അവനെ തണുത്തിട്ട് വയ്യ. ഇപ്പോൾ എന്നാൽ ലോറികൾ പലതും ഇവിടെ നിർത്താറുണ്ട്. അങ്ങനെ ഒരെണ്ണം നിർത്തിയിട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് ഉറങ്ങുവാന്ന് തോന്നാറ്. സോ ഗൈസ്, നല്ല തണുപ്പത്ത് നല്ല ചൂട് പറക്കുന്ന ചായ. നാക്ക് വെള്ളിന്ന് അയ്യോ, ഇതൊരു ഫീലാട്ടോ. നല്ല തണുപ്പത്തി ആവി പറക്കുന്ന ചായ കുടിക്കാൻ. നാട്ടിലത്തെ പോലെ 1000 രൂപ പെട്രോൾ മുടക്കി 10 രൂപ ചായക്ക് പിടിക്കാൻ പോകുന്നല്ലേ. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് സെറ്റപ്പ് ഉണ്ട്. അതൊരു പുതിയ ഡയലോഗാണ്. സോ നമുക്കും ടേസ്റ്റിലേക്ക് ഇറക്കാം. അടിപൊളി ചായ. എവിടെ ചെന്നാലും ഈ സാധനങ്ങൾ കാണാൻ പറ്റും. ഇവിടെ മെയിനാണ് ഇവിടെ ഉള്ളവർ ഇവിടെ വന്നിട്ട് ഈ മാലപ്പടക്കം മേടിച്ചുകൊണ്ട് വായിട്ട് ചവയ്ക്കുന്ന സാധനം അതേ കണ്ടിട്ട് ഇവിടെയുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ പിള്ളേർ വരെ ഈ സാധനം മേടിച്ച് ചവയ്ക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രത്തോളം നോർമല്. ചൈനീ കൊയിനിയോ എന്തോ ചൈനീ കൊയിനിന്നും പറഞ്ഞിട്ടൊരു സാധനം. ചൈനി അത്രേ ഉള്ളൂ, കൊയിനി ഇല്ലാന്നു. ലേസിന്റെ അപരനാണിത്. ചിപ്സ് വേണ്ട, അതിന്റെ ചോപ്പ് എഡിഷൻ ഉണ്ട്, പച്ച എഡിഷൻ ഉണ്ട്, മഞ്ഞ എഡിഷൻ ഉണ്ട്. അത് ഇരുന്ന് പഴകിയതാണ്. അയ്യോ വേണ്ട അവൻ ഏറ് കുറവാണ്. ലേസിന്റെയും ബിങ്കോന്റെയും അപരനാണിത്. ഇങ്ങനെ കുറെ സാധനമുണ്ട്. അൻമോളിൻ്റെതുണ്ട്, പിന്നെ അമ്മുമോളുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ അത് ഇളക്കുമ്പോ തന്നെ പൊടി വീഴുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തൂക്കിയിട്ടേക്കുന്ന. നമുക്ക് ചായ കുടിക്കാം.
സോ ഗൈസ് പരിപാടിയൊക്കെ ഭയങ്കര വലിയ പരിപാടിയായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കാൻ തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ വരാൻ ഉദ്ദേശിച്ച ടൈമും കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് പരിപാടി നിർത്തി ഒരു ട്രാക്ടർ കയറി കിടത്താൻ തുടങ്ങി. എന്ത് ചെയ്യാനാന്ന് പറയാം, ജസ്റ്റ് മിസ്സിന് സംഭവം മിസ്സായിപ്പോയി. സംഭവം ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല സംഭവം എന്തോന്നു. ഞാൻ വേണമെങ്കിൽ സൈഡിൽ ജസ്റ്റ് ഒരു പോഷൻ കൊടുത്തേക്കാം അത് എന്തോ പരിപാടി എന്നുള്ളത്. സാഹചര്യം നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് നേരെ തിരിച്ച് റൂമിലോട്ട് കൊണ്ടു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ബാക്കി വീഡിയോസ് വഴിയേ വരും.